ഇനിയിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം, അതായത് നമ്മളുടെ ആ ഒരു ടെക്ക് ലൈഫിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് AI. ഇപ്പം ഈ AI കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ചവർ പോലെ കുറേയധികം AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഭൂരിഭാഗം AI പ്ലാറ്റ്ഫോംസും ജസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഓരോരുത്തരും അവർ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയാണ്. ചിലതൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും ചിലതൊക്കെ വെറും ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ സൈൻ ഇൻ ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും വരത്തില്ല. അതിലിപ്പോൾ കുറ്റം പറയാനും പറ്റില്ല, കാരണം AI ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ വലിയ വലിയ കമ്പനികളാകുമ്പോൾ അവർക്ക് കുറേയധികം ഡേറ്റാസ് ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം ഡെവിൻ AI എന്ന് പറഞ്ഞിട്ടൊരു AI വരാൻ പോകുന്നുണ്ട്. അത് മെയിനായിട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത ഐറ്റം. അതായത് അതിനകത്തൊരു സംഭവം അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തരും എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് AI പറ്റി കുറച്ചെങ്കിലും അറിവ് നമുക്കറിയില്ലെങ്കിൽ തീരുമാനമാകും നമ്മുടെ കാര്യത്തിൽ. അതായത് ഒരു കരിയറൊക്കെ നോക്കും, ഒരു ടെക്ക് കരിയറും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി AI പണികൾ അറിയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ChatGPT ആണ്. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ChatGPT സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടും ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ പ്രോംപ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് തരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിരിയാണി വെക്കാനാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അല്ല നിങ്ങളുടെ കോഡിങ് പ്രോജക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. പക്ഷേ AIയോട് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്ത് തരാവുന്നൊന്നും ചോദിക്കരുത്. ഓക്കെ, നടക്കില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു എളുപ്പപ്പണിയാണ് ഈ ChatGPT. അപ്പോൾ അതിലൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം പേര് കേൾക്കാൻ ചാൻസ് കുറവാണ്. അതും ഇതുപോലെ OpenAI പോലത്തെ ഒരു കമ്പനി തന്നെയാണ്. ആൻഡ്രോഫിക് ടീം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണത്. ആ ഒരു കമ്പനിയുടെ ക്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI പ്ലാറ്റ്ഫോം അത്യാവശ്യം കാണാനും അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ നല്ല നൈസാണ്. ഒരു സിംപ്ലിസിറ്റി വൈബാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഇത് ഈ ഒരു അടുത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അതുവരെ മറ്റേ US മാർക്കറ്റിലൊക്കെയാണ് ഇത് കറങ്ങിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആർക്കും വേണമെങ്കിലും കയറാം. ജസ്റ്റ് ഇമെയിലും പാസ്വേഡൊക്കെ അടിച്ച് നിങ്ങൾക്ക് കയറാം. ഇങ്ങനത്തെ ഒരു UIയിലായിരിക്കും നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. അപ്പം ഈ ഒരു UIയിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഒക്കെയാണ് വരാം. നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇമേജസ് PDF, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു കാറ്റഗറിയും വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ചോദിക്കാനും അതുപോലെ ട്രാൻസ്ക്രൈബ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലോഡ് AI വെച്ച് ചെയ്യാം. ക്ലോഡ് AIയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPTയുടെ ഒരു ഫ്രീ വേർഷനേക്കാളും അടിപൊളിയാണ് ഈ ഒരു ക്ലോഡിൻ്റെ ഫ്രീ വേർഷൻ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ ഒരു ക്ലോഡ് എന്ന് പറഞ്ഞ സംഭവം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ക്ലോഡ് API നമ്മളെ ബ്ലോക്ക് ചെയ്യും. അവർ പറയും നമ്മൾ അവരുടെ പ്രോ വേർഷനായിട്ടുള്ള ക്ലോഡ് ഓപ്പസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ മാസം 2000 രൂപ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ ടൈം ഫ്രീ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ 2000 രൂപ മാസം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വരുള്ളൂ. ഇതിനകത്ത് നമ്മൾ ChatGPT ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ, നേരത്തെ നമ്മൾ ബാർഡ് എന്നായിരുന്നു അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലേക്ക് ആയിട്ടുണ്ട്. അത് നിങ്ങൾ bard.google.com അടിക്കുമ്പോൾ തന്നെ ജെമിനി എന്ന് വരും. അത് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. അത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരാം. പുതിയൊരു ഇൻ്റർഫേസാണ്. ഇവിടെ നമുക്ക് ഇമേജും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ PDF ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ഇമേജൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്ത് നമുക്ക് സംസാരിച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു ChatGPTയും ക്ലോഡൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് തരും. പിന്നെ ജെമിനിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആ ഒരു ഫ്രീ വെർഷനിൽ തന്നെ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് എ ഇമേജ് ഓഫ് എ ലോലിപോപ്പ് എന്ന് ജസ്റ്റ് ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഇമേജ്. ആ ഒരു ഇമേജ് ജനറേഷൻ നമുക്ക് ക്ലോഡിൻ്റെ ആ ഒരു ഫ്രീ വേർഷനിലും അതുപോലെ ChatGPTയുടെ ഫ്രീ വേർഷനിലും പറ്റില്ല, ബാക്കി പെയ്ഡ് വേർഷൻസിലൊക്കെ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു ഇമേജ് ജനറേഷന് കുറേയധികം പോരായ്മകളുണ്ട്. കാരണം ഒന്നാമതായിട്ട് ഇത് നമുക്ക് ചെറിയൊരു ഫോർമാറ്റിലാണ് കിട്ടുക, അതായത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഹെവി ആയിട്ടുള്ള ഫോട്ടോ ഇമേജ് ജനറേഷനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡോബിൻ്റെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ കുറേയധികം സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇനി അഞ്ചാമതായിട്ടുള്ളൊരു AI പ്ലാറ്റ്ഫോം പറയാം. ഈ ഒരു AI പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു AI മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഒരു റിസ്ട്രിക്ഷനും ഇല്ല, നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു
പ്രോജക്റ്റാണ് ഈ ഒരു ഫോക്കസ് AI. അപ്പോൾ അതിനായിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം ഈ ഒരു ഫോക്കസ് AIയുടെ. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഗിറ്റ് ഹബിലേക്കാണ് വരിക. ഗിറ്റ് ഹബ് വേറൊന്നുമില്ല, നമ്മൾ കോഡുകളൊക്കെ പുഷ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലത്തെ കോഡുകളൊക്കെ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടൊക്കെ സേവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഉള്ളൊരു റെപ്പോസിറ്ററിയാണ് ഈ ഒരു ഫോക്കസ് AI. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താ ഒരു പ്രീമിയം ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലൈബ്രറി എടുത്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഇത് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ നല്ല GPU CPU ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഗൂഗിളിൻ്റെ ലാബിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാബ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി സൈൻ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് റൺ ആവുന്നതാണ്. അപ്പോൾ ആ സെറ്റപ്പ് നിങ്ങൾ പ്ലേ ചെയ്ത് ചിലപ്പോൾ ഒരു 10-12 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിങ്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സൈറ്റിലേക്കാണ് വരിക. ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസാണ് വരിക. ആ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് അവിടെ താഴെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇമേജ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഇൻപുട്ട് ഇമേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ് പോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻപുട്ട് ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് അതേപോലത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം, എത്ര ഇമേജസ് വേണം സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഏത് ഫോർമാറ്റ് വേണം, പിന്നെ നെഗറ്റീവ് പ്രോംപ്റ്റ് എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റിസ്ട്രിക്ഷൻ എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കുറേ എക്സ്ട്രീം സെറ്റിങ്സ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ കോലാബ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഹെവി ആയിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ലോഡ് കൂടി നമ്മളെ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഗൂഗിളിൻ്റെ ആ ഒരു കോലാബിൻ്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു കോലാബ് കോൺഫിഗറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടുള്ള ആ ഒരു സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ആ ഒരു AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേയധികം ഈ ഒരു ഫോക്കസ് AI പോലെ കുറേയധികം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള AI സോഫ്റ്റ്വെയർസ് ഉണ്ട്. മിക്കതും ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു കോലാബിൽ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ ഡെവലപ്പേഴ്സ് അധികം കൊടുക്കാറില്ല. ചുരുക്കം ചിലതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു AI ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്തവർക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലോ ആ ഒരു ഗൂഗിൾ കൊളാബിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് തന്നെ ഇവിടെ വരും. ഇവിടെ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പരിപാടി നടക്കുവാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം അറിയാത്തവർക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഈ ഒരു AI ഇങ്ങനെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള AIs ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഓപ്പൺ സോഴ്സ് AI സോഫ്റ്റ്വെയർസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാൻ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കുറേയധികം AI പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റി, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു 4 AI വെച്ചിട്ടൊന്നും ഒന്നും ആവില്ല. കുറേയധികം AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കുറേയധികം സംഭവങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓരോരോ AIസും കണ്ടെത്തി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു AI പ്രൊവൈഡ് കുറേയധികം സംഭവങ്ങൾ നിങ്ങൾക്കറിയാം, AIയുടെ കുറേ പ്ലാറ്റ്ഫോംസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കമൻറ്റിലിടാം, ഞാൻ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ AI പ്ലാറ്റ്ഫോമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യാം. എനിക്കറിയാത്തതായിട്ട് ചിലപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും